നമസ്കാരം. പല രാജ്യത്ത് പല ടൈപ്പിലുള്ള മാർക്കറ്റാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യയിലും പല ടൈപ്പുള്ള മാർക്കറ്റ് ഉണ്ട്. അതിൽ പറയുമ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഒളിഗോപോളി ഉണ്ട്, അതേപോലെ ഡിവോപോളി, പിന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇങ്ങനെ പല ടൈപ്പുള്ള മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ആരും എന്താണ് ഈ മാർക്കറ്റ്, എന്താണ് ഈ മോണോപോളി, അല്ലെങ്കിൽ എന്താണ് ഈ ഒളിഗോപോളി, ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോണോപോളി കോമ്പറ്റീഷൻ അത് എന്താണ് എന്നാണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു കോമ്പറ്റീറ്റർ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമേ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ. കസ്റ്റമേഴ്സ് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ സാധനം കച്ചവടം ചെയ്യുന്നുള്ളൂ. അതാണ് മോണോപോളിയുടെ ബേസിക്കലി മീൻ ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമൊക്കെ പറയാം. ഇന്ത്യൻ റെയിൽവേ ആകെ റൺ ചെയ്യുന്ന നമ്മുടെ ഗവൺമെന്റ് മാത്രം. ഈ ഗവൺമെന്റ് മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ്വർക്ക് നമ്മുടെ രാജ്യത്ത് മൊത്തം നടക്കുന്നത്. വേറൊരു പ്രൈവറ്റ് കമ്പനി അത് ഓൺ ചെയ്യുന്നില്ല. അത് മോണോപോളിയുടെ എക്സാമ്പിളാണ്. പിന്നെ ഒരു എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്ക് BSNL കാര്യം പറയാം. BSNL നോക്കുമ്പോഴേക്കും എയർടെൽ ഉണ്ടല്ലോ, വോഡഫോൺ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ജിയോ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ മോണോപോളി ആയിരുന്നു. ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ടെലികോം ബിസിനസ് സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് ലാൻഡ് ലൈൻ ബിസിനസ്. ലാൻഡ് ലൈൻ നമ്മുടെ ഇന്ത്യയിൽ ആകെ ചെയ്യുന്നത് BSNL മാത്രം. അതും ഒരു മോണോപോളിയുടെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ഡിവോപോളിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ